ശരീരത്തിലും മനസ്സിലും ഒരേപോലെ വേദന പടർന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തെഴുതാൻ സിയ ഫാത്തിമക്ക് തോന്നുന്നത്. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. കാസർഗോഡ് പടന്ന സ്കൂളിലെ സിയ ഫാത്തിമ ഞരമ്പുകൾ ചുരുങ്ങുന്ന വാസ്കുലിറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ്. തനിക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ സൗകര്യം ഒരുക്കിത്തരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് അപേക്ഷയെ തുടർന്നായിരുന്നു വീഡിയോ കോൺഫറൻസിലൂടെ സിയയ്ക്ക് മത്സരിക്കാൻ സാഹചര്യം ഒരുങ്ങിയത്. പടന്ന തെക്കേപ്പുറത്തെ വീട്ടിലെ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലിരുന്ന് സിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചു. എല്ലുകൾ നുറുങ്ങുന്ന വേദനയിലും മത്സരത്തെ പുഞ്ചിരിയോടെ നേരിട്ട സിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓൺലൈനിലൂടെ പങ്കെടുക്കുന്ന ആദ്യ വിദ്യാർത്ഥിയായി ചരിത്രമെഴുതി. മത്സരിച്ച അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ എ ഗ്രേഡ് നേട്ടവും കരസ്ഥമാക്കി. കാസർഗോഡ് പടന്ന BKB ഖാലിദ് ഹാജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സിയ. ഞരമ്പുകൾ ചുരുങ്ങുന്ന വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തെ തുടർന്ന് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് സിയ ഫാത്തിമ. കൈറ്റിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയാണ് സിയയെ കലോത്സവത്തിൽ മത്സരിപ്പിച്ചത്. തൃശൂരിലെ വേദിയിൽ ഇരുന്ന വിധികർത്താക്കൾ തത്സമയം മൂല്യനിർണ്ണയം നടത്തി. കാസർഗോഡ് DEOയും സംഘവും വീട്ടിലെത്തി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് എന്നിവർ മത്സരം ഓൺലൈനായി കാണുകയും ചെയ്തു. സിയയുടെ ചികിത്സക്കായി മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. രാത്രി തന്നെ കൈറ്റ് അധികൃതർ പടന്നയിലെ വീട്ടിലെത്തി ഓൺലൈൻ മത്സരത്തിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. ഇന്നലെ രാവിലെ 11 മണിക്ക് ആരംഭിച്ച മത്സരം 12 മണിയോടെ അവസാനിച്ചു. പുസ്തകമേള എന്നതായിരുന്നു വിഷയം. മത്സരത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലേക്കുള്ള യാത്ര ജീവനെ ബാധിക്കുമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തുടർന്നാണ് മന്ത്രിക്ക് കത്തെഴുതിയത്. അതോടെയാണ് വീട്ടിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും പുറപ്പെടുവിച്ചത്. മാനുഷിക പരിഗണന നൽകിയുള്ള ഉത്തരവ് കലോത്സവ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. കുട്ടിയുടെ വലിയൊരു ആഗ്രഹം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാനുഷിക പരിഗണന നൽകി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുമാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. 2 മാസം മുമ്പെയാണ് സിയയ്ക്ക് ഈ അസുഖം വരുന്നത്. പ്രതിരോധശേഷി കുറയുന്ന ലക്ഷണങ്ങളാണ് ഉണ്ടായത്. പടന്ന തെക്കേപ്പുറം സിയ മനസ്സിൽ സാറുവിൻ്റെയും അബ്ദുൾ മുനീറിൻ്റെയും മകളാണ്. പരിഹസിച്ചവനെ കൊണ്ട് തന്നെ അഭിനന്ദനങ്ങൾ പറയിപ്പിച്ച ഒരാളാണ് മന്ത്രി ശിവൻകുട്ടി. ഇപ്പോൾ ഈ കലോത്സവം കൊടിയിറങ്ങുമ്പോൾ കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പൻ വീണ്ടും കയ്യടികൾ നേടുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കലോത്സവ നിയമങ്ങളെ ഒരു നിസ്സഹായ ആയ കുട്ടിയുടെ ഒരൊറ്റ ചോദ്യം കൊണ്ട് മാറ്റി എഴുതുകയാണ്. എനിക്കും കൂടി പങ്കെടുക്കാൻ അവസരമുണ്ടാക്കി തരുമോ മന്ത്രിയെങ്കിൽ? ഒരുപക്ഷെ ഇനിയൊരവസരം എനിക്ക് ഉണ്ടായില്ലെങ്കിലോ? ആ ഒരു ചോദ്യത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടു. ഒരാളുടെ രൂപം, ഭാവം അല്ലെങ്കിൽ കർക്കശ സ്വഭാവം, കൂടാതെ അസുഖം കാരണമുള്ള ശാരീരിക ചലനങ്ങൾ, സംസാരം എന്നിവയുടെ പേരിൽ മുൻധാരണയോടെ കാണരുത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും കുട്ടികളിൽ ഒരാളെ കൂടെ നിൽക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ ഡിപ്പാർട്ട്മെന്റിന് ഫുൾ മാർക്ക് തന്നെ നൽകണം. ഒരിക്കൽ ശിവൻകുട്ടിയെ വിമർശിക്കാത്ത അല്ലെങ്കിൽ പരിഹസിക്കാത്ത ആളുകൾ കുറവായിരുന്നു എന്ന് പറയാം. ഇന്ന് അതേ ആളുകൾ തന്നെ കൈയടിക്കുകയാണ്. മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പിണറായി വിജയൻ എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയതെന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, പിണറായി വിജയൻ അന്നത്തെ തീരുമാനം ശരിയാണെന്ന് മനസ്സിലാക്കി തരുകയാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കളിയാക്കി ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്തുന്നവർ സഹതാപം പോലും അർഹിക്കുന്നില്ല എന്നതാണ് സത്യം.